അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലമീൻ, രാഹുൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ബൂത്തുകൾ തോറും കയറി ഇറങ്ങുകയാണ്. 10-20 ബൂത്തുകൾ പിന്നിട്ടിട്ടുണ്ടാവുമല്ലേ രാഹുൽ? അരുൺകുമാർ ബൂത്തുകൾ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ബൂത്തുകളിലും വരുന്നുണ്ട്. ബൂത്തുകൾക്ക് പുറത്ത് തയ്യാറാക്കിയിട്ടുള്ള കൗണ്ടറുകൾ കാണുന്നുണ്ട്. അവിടെ ഈ മറ്റു പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള കൗണ്ടറുകളുണ്ട്, ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ സന്ദർശിച്ച് അവരോടൊക്കെ കുശലാന്വേഷണം നടത്തിയിട്ടാണ് രാഹുൽ കടന്നു പോകുന്നത്. BJPയുടെയും LDFിൻ്റെയും ഒക്കെ കൗണ്ടറുകളിലെത്തിയ പ്രവർത്തകരോടും കുശലാന്വേഷണം നടത്തി അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് രാഹുൽ കടന്നു പോകുന്നത്. ഇപ്പോഴും അത്തരത്തിൽ പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. ബൂത്തിലെത്തിയതിനു ശേഷം ഇപ്പുറത്തുള്ള കൗണ്ടറിൽ വന്ന് അവിടെയുള്ള പ്രവർത്തകരെയും അവിടെ ഇരിക്കുന്ന ആളുകളെയും പ്രവർത്തകരെയും ഒക്കെ അഭിസംബോധന ചെയ്ത് കടന്നു പോവുകയാണ് രാഹുൽ. ഇതിനോടകം പല ബൂത്തുകളിലും രാവിലെ മുതൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരോടാണ്. തൊട്ടടുത്ത് നേരത്തെ വരുമ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു സരിന് വേണ്ടി വോട്ട് പിടിക്കാൻ. തൊട്ടുപുറത്ത് BJP പ്രവർത്തകരുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയി അവരുടെയൊക്കെ സുഖവിവരമൊക്കെ തിരക്കി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ കൈ കൊടുക്കുന്നതും ഇടത് പ്രവർത്തകർക്കാണ്. സരിന് വേണ്ടി വോട്ട് ചോദിച്ചിരിക്കുന്ന LDF പ്രവർത്തകർക്ക് കൈ കൊടുത്ത് ബൂത്തിലെ പ്രവർത്തകരോട് കൈ കൊടുത്ത് വിശേഷങ്ങൾ തിരക്കിയാണ് കടന്നു പോകുന്നത്. രാഹുലെ കടന്നു പോകുന്ന വഴിയിൽ മറ്റ് കൗണ്ടറിലുള്ള പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്ത് പോവുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും നിൽക്കുകയല്ലേ, അപ്പോൾ അവരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ. അപ്പം ഒന്ന് ജനാധിപത്യത്തിൽ നമ്മളിപ്പോൾ മത്സരമൊക്കെ ഉണ്ടെങ്കിലേ അത് എല്ലാവരും മത്സരിക്കണമല്ലോ, എല്ലാവരും അവരവരുടെ സ്ട്രെങ്ത്തിനൊത്ത് പ്രവർത്തനം നടത്തണം. അപ്പം രാവിലെ തൊട്ട് ബൂത്തിലിരിക്കുന്ന മറ്റു പാർട്ടിയുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യണമല്ലോ, അവർ ജോലി ചെയ്യല്ലേ. എത്ര ബൂത്തുകളിൽ പോയി ഇതിനോടകം പിന്നെ ഈ പഞ്ചായത്ത് കവർ ചെയ്യാറായി, പഞ്ചായത്ത് പൂർത്തീകരിക്കാറായി. ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് പോകണം. രാഹുലെ മറ്റു ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ തിരക്കുകളും മറ്റു കാര്യങ്ങളും അത് പിന്നെ എല്ലാ ബൂത്തുകളിലും പാലക്കാടിൻ്റെ ഒരു പോളിംഗ് രീതിയുണ്ട്. ആ പോളിംഗ് രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റ് പാർട്ടിക്കാരുടെ ചില പോക്കറ്റുകളിൽ പോളിംഗ് കുറവ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലായിടത്തും നന്നായി പോളിംഗ് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പോക്കറ്റുകൾ എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലെല്ലാം മാക്സിമം പോളിംഗ് 20% അടുക്കുകയാണ് പോളിംഗ് പെർസെന്റേജ്. 19.8. രാഹുൽ, ഈ പിരായിരിയിൽ മികച്ച പോളിംഗ് ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ഡോക്ടർ അരുൺ പറഞ്ഞ ബൂത്തിലെ ആ ഒരു വലിയ ക്യൂ, അതായത് നമ്മുടെ പോക്കറ്റുകളിൽ നല്ല പോളിംഗ് എന്ന ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ ഇപ്പോൾ. പിരായിരിയിൽ നല്ല പോളിംഗ് ഉണ്ട്, കണ്ണാടിയിലും നല്ല പോളിംഗ് ഉണ്ട്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും നല്ല പോളിംഗ് ഉണ്ട്. എനിക്കൊന്ന് എല്ലായിടങ്ങളിലും, മാത്തൂർ അടക്കം എല്ലായിടങ്ങളിലും സമാനമാണ്. എനിക്കൊന്ന് പഞ്ചായത്ത് തിരിച്ചുള്ള പോളിംഗ് പെർസെന്റേജ് നമുക്ക് കണക്ക് കൊടുക്കാവുന്നതാണ്. ആ പഞ്ചായത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അറിയാം. ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ സമാനമായിട്ടാണ് മുനിസിപ്പാലിറ്റിയും 3 ഗ്രാമപഞ്ചായത്തുകളും സമാനമായിട്ടാണ് വിധിയെഴുതിക്കൊണ്ടിരുന്നത്. അതുതന്നെയായിരിക്കും ഇപ്പോഴത്തെ കണക്കുകളും നമ്മളോട് പറയുന്നത്. ഇപ്പോൾ മാത്തൂർ പഞ്ചായത്ത് 18% പിന്നിട്ടിരിക്കുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി 18% പിന്നിട്ടിരിക്കുന്നു. മൊത്തം 19.82%. നോക്കൂ, 18.34%. അതായത് 18.28%. മാത്തൂര്, അതേപോലെ കണ്ണാടിയും നമുക്ക് നോക്കണം, എല്ലാം 18% മുകളിലേക്ക്, അതായത് 20% അടുക്കുകയാണ്. ഇപ്പോൾ പോളിംഗ് തുടങ്ങി 3 മണിക്കൂറും 24 മിനിറ്റും ആകുമ്പോഴത്തെ സാഹചര്യം 20% പോളിംഗ് എത്തുന്നു. ഇനിയും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന തരത്തിൽ വീറും വാശിയുമുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാട് കടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് എല്ലായിടങ്ങളിലും എല്ലാ മേഖലകളിലും ഉയരുന്ന പോളിംഗ് പെർസെന്റ്. 9 മണിക്കൂറോളമുള്ള ഈ പോളിംഗിൽ ആദ്യത്തെ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇനി 11 മണി മുതൽ 2 മണി വരെയുള്ള പോളിംഗ് ഇതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഉച്ചയോടുകൂടി 40-45% പിന്നിടും. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡാണ്. ചേലക്കരയും വയനാടും പോലെ ആവില്ല. 77% എന്നൊക്കെ കിട്ടുന്നത് UDFനെ സംബന്ധിച്ച് വലിയ ആനുകൂല്യമുള്ള ഒന്നാണ്. 17,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ട 77% പോൾ ചെയ്യപ്പെട്ട 2016-ലാണ്. അന്ന് പിരായിരിയിലൊക്കെ എൻ ബ്ലോക്ക് പോളിംഗ്. അത്രയും വലിയൊരു മാസ് പോളിംഗ് ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കിക്കാണുന്നത്.